പ്രണവിൻ്റെ യാത്രകളെപ്പറ്റി ലാലേട്ടനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് പോകാൻ സാധിക്കാതിരുന്ന യാത്രകൾ മകൻ പോകുന്നത് കണ്ട് വളരെ സന്തോഷമാണ് അദ്ദേഹത്തിന് തോന്നാറുള്ളതെന്ന്. യാത്രകളെന്നും മനോഹരമാണ്. പണ്ട് ഒരു 80കളുടെ അവസാനം ലാലേട്ടനും ഇതുപോലെ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന തരത്തിലുള്ളൊരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ യാത്രയെക്കുറിച്ച് ലാലേട്ടൻ പത്മരാജൻ സാറിനോട് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ യാത്ര ഒന്നിച്ചാക്കി കളയാമെന്ന് പറഞ്ഞ് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഹിമാലയത്തിൽ അവസാനിക്കുന്ന ഈ ഒരു യാത്ര അവർ ഇരുവരും ചേർന്ന് പ്ലാൻ ചെയ്യുകയാണ്. പക്ഷേ തങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലെ ഒരു തിരക്കുകൾ കാരണം അവർക്ക് യാത്ര പോകാൻ സാധിക്കുന്നില്ല, പിന്നെ സാധിച്ചതുമില്ല. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയത്താണ് ഞാൻ ലാലേട്ടനെ കാണാൻ പോകുന്നത്. അദ്ദേഹമായിട്ടുള്ളൊരു സംസാരത്തിൻ്റെ വേളകളിൽ ഏറ്റവും കൂടുതൽ വന്ന പേര് പത്മനാഭൻ സാറിൻ്റെ ആയിരുന്നു. ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ ലാലേട്ടൻ എന്നോട് ചോദിച്ചു, പപ്പേട്ടൻ ആദ്യമായി കഥ എഴുതിയത് എങ്ങനെയാണെന്ന് സന്ദീപിന് അറിയാമോ? ഞാൻ പറഞ്ഞു ഇല്ല. പപ്പേട്ടൻ്റെ കാലിലൊരു മുറിവുണ്ടായിരുന്നു വളരെ ചെറുപ്പത്തിൽ. അപ്പോൾ ഈ മുറിവ് കാരണം അദ്ദേഹത്തെ വീട്ടിൽ നിന്നൊന്നും അങ്ങനെ കളിക്കാൻ വിടില്ല. ഒറ്റയ്ക്കായി കഴിയുമ്പോഴത്തേക്കും മറ്റൊന്നും ചെയ്യാനില്ലാതെ അദ്ദേഹം പല പല കാര്യങ്ങളിങ്ങനെ ചിന്തിക്കും. അന്ന് അങ്ങനെ ചിന്തിച്ച് കൂട്ടിയ കാര്യങ്ങളാണ് പിന്നീട് അദ്ദേഹം പല കഥകളായി എഴുതിയിരുന്നത്. ഒരു പത്മരാജൻ ഫാൻ എന്ന നിലയിൽ പോലും ഈ ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്കൊരു പുതിയ അറിവായിരുന്നു. ആ കൂടിക്കാഴ്ച കഴിഞ്ഞ് ഞാൻ ആദ്യം ഫോൺ വിളിക്കുന്നത് പത്മരാജൻ സാറിൻ്റെ മകനായ ശ്രീ അനന്തപത്മനാഭൻ ചേട്ടനെയാണ്. അപ്പോൾ അനന്തൻ ചേട്ടനോട് ഞാൻ ഈ കാലിലെ മുറിവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതൊരു വലിയ അതിശയമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പോലും ഈ കാലിലെ മുറിവിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാറില്ല. ലാലേട്ടനോട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ളൊരു ആത്മബന്ധം, ഒരു ബോണ്ട് എത്രത്തോളം വലുതായിരിക്കുമെന്ന് ആണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. സത്യമാണ്, ഇവർ തമ്മിലുള്ളൊരു ബോണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനും വളരെ മുകളിലായിരുന്നു. ഈ ജീവിതയാത്രയിൽ പാതി വഴിയിൽ മോഹൻലാലിനെ വിട്ട് പത്മരാജൻ പോയെങ്കിലും ഇന്നും മോഹൻലാലിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഒരു പക്ഷേ ലാലേട്ടനും അങ്ങനെ തന്നെ ആയിരിക്കും വിശ്വസിക്കുക.